നിങ്ങൾ ഈ AC ഓഫ് ചെയ്യുന്നവർ സഹകരിക്കണം. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇത്രയും രാവിലെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവരാരാണ് സമ്മതിക്കുന്നത്. ഞങ്ങളോട് പാലായിൽ വ്യാകുലമാതാൻ പള്ളിയിൽ ഒന്നാം കുർബാനയ്ക്ക് പോയ ശേഷം പിന്നെ ഇപ്പം വിച്ച് ഇസ് വെരി ഗുഡ്. ഞാൻ ചിലപ്പോൾ ഓർക്കും നാട്ടിൽ പോലും ഇങ്ങനെ ആക്കി എത്ര നല്ലതാണ്. ഈ 10 മണിയായി വെയിൽ ഉറച്ച് വേർത്തൊലിച്ച് വന്ന് കഞ്ഞിയും വെച്ച് ഇത് തീർത്തിട്ട് ഇനി കഞ്ഞി വെച്ചാലും മതി അല്ലേ. നാട്ടിലും നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. കത്തോലിക്കര് അമ്മമാരെ കണ്ടില്ലേ, നല്ല പ്രായമുള്ള ഒരു വെളുപ്പാങ്കാലത്ത് കവണിയും പൊതിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. ഹൃദയവും ശരീരവും എല്ലാം ശുദ്ധമായിരിക്കുന്ന ഒരു സമയമായി. ബഹുമാനപ്പെട്ട പാസ്റ്ററേയും കുടുംബത്തെയും ഞാൻ ആദരവോടെ അഭിവാദനം ചെയ്യുന്നു. പാസ്റ്റർ നിഷാന്തിനെ കുറേ വർഷം മുമ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് അബുദാബി വരെ ഒരു യാത്ര ചെയ്തു. അതാണ് എൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നത്. പാസ്റ്ററുടെ കോണ്ടെക്സ്റ്റൊക്കെ എനിക്കറിയാം. ഇപ്പോൾ കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ മെസ്സേജസ് ഒന്നും അയക്കാറില്ല, പിണങ്ങിയിട്ടല്ല, രണ്ടു കൂട്ടർക്ക് നേരമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിഷാന്ത് പാസ്റ്ററോട് ഞാനിവിടെ ഉണ്ടെന്ന് പറയാതിരിക്കരുല്ലോ എന്ന് മാത്രം കുറച്ച് പേർക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞ് ആരാധനയ്ക്ക് വരാൻ. ഞാൻ പറഞ്ഞില്ല, സമയമില്ല. എനിക്ക് വാസ്തവത്തിൽ ഇന്ന് എന്തുകൊണ്ടോ 5 സഭായോഗത്തിൽ കൂടണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എനിക്ക് നേരമില്ലെന്ന്. സാധാരണ സമയം അപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞ് 6:30 പറഞ്ഞു. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ പോയി. അതുകൊണ്ട് അപ്പം ഞാൻ സമർപ്പിക്കേണ്ടി വന്നു. എന്താ വേറെ ഒഴിവെന്താ പറയുക. അങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമായത്. കുടുംബമായിട്ട് വരാൻ കഴിഞ്ഞു. റോസമ്മ ആദ്യമായിട്ടാണ് UAE വരുന്നത്. ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാണ്, അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഒരാഴ്ച, ഇപ്പോൾ ഓൾമോസ്റ്റ് 9 ദിവസം. ഞങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളെ കർത്താവ് സഹായിച്ച് മടങ്ങി നാട്ടിലേക്ക് പോകണം. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചർച്ചസ് കുറേ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ള ചില സഭകളിൽ എങ്കിലും പോകണം. ഞങ്ങളുടെയൊക്കെ പ്രോട്ടോകോൾ അനുസരിച്ച് പോകാതിരുന്നാലും അത് ബുദ്ധിമുട്ടാണ്, ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇന്നാണ് ഏറ്റവും കൂടുതൽ ഈ രാവിലെ ഈ സഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുക. ബാക്കിയായിട്ട് 40 മിനിറ്റ് ഇങ്ങനെ ഓരോ ഹോളിൽ കയറി പോകാനാണ് പ്ലാൻ. സന്തോഷം. എല്ലാവർക്കും അഭിവാദനങ്ങൾ. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് റെജിയാണ്. റെജിയുടെ ഭാര്യ അഞ്ജു അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ, എൻ്റെ സുഹൃത്ത് പാസ്റ്റർ സജി എബ്രഹാമിൻ്റെ മകളാണല്ലോ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവണം അല്ലേ. ദൈവ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയിരിക്കുന്നു. കർത്താവിന് മകൻ നല്ല ഉത്സാഹിയായൊരു വേലക്കാരനാണ് പാസ്റ്റർ സജിയും മിനിയും. അവർ രണ്ടുപേരും ശക്തമായി കർത്താവിന് വേല ചെയ്യുന്നു. വേറെ ആരെയും കാര്യമായിട്ട് പരിചയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതി. അപ്പോഴാണ് സോണിയെ പരിചയപ്പെട്ടത്. സോളിയും സോജിയെല്ലാം പണ്ടേ പേര് കൊണ്ട് അറിയാവുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സോജി എൻ്റെ പഴയ വിദ്യാർത്ഥിയാണ്. ചെന്നൈയിൽ നല്ല വേല ചെയ്യുന്നു. സാമുവൽ പാസ്റ്ററേയും നന്നായിട്ട് അറിയാം എനിക്ക്. അവരുടെ വല്യപ്പച്ചൻ പ്രസിദ്ധനായ പാസ്റ്റർ KJ ജോൺ അസംബ്ലീസ് ഓഫ് ഗോഡിന് ഒരുപാട് സംഭാവന നൽകി കടന്നുപോയ ഒരു അഭിഷിക്തനുണ്ട്. ആ ലെഗസിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് പരേതരായ പാസ്റ്റർ ഫിലിപ്പ് ജോണിൻ്റെ മകൻ വെസ്ലി ഇവിടെ ഉള്ളതിൽ ഒത്തിരി സന്തോഷം. സോണി പറഞ്ഞപ്പോഴാണ് ഞാൻ വെസ്ലിയെ കാണാൻ പറ്റിയിരുന്നില്ല. സന്തോഷം. ചിലപ്പം പരിചയമുള്ള വേറെ ആൾക്കാർ കാണുമായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇന്നിപ്പം എല്ലാവരെയും മീറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഇനി അങ്ങോട്ട് എനിക്ക് മറ്റ് സഭകളിൽ അങ്ങനെ സമയം ഉണ്ടാവില്ല. ഇച്ചിരി മിസ്സിങ് ഉണ്ടോ മോനെ ഇതിന് ഇടയ്ക്ക്? ഈ പള്ളിയുള്ള സാധനമുണ്ടോ? ഇതാ നല്ലത് എപ്പോഴും. ഈ നോക്കിക്കോണേ, കുഴപ്പമുണ്ടോ മാറ്റണേ. ബാറ്ററിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഞാൻ ഇതുകൊണ്ട് എന്ന് പ്രസംഗിച്ചാലും ബാറ്ററി തീരും. പൊതുവെ വിശ്വാസമില്ലാത്ത ഒരു സാധനമാണ് ഇത്. അവിടെ ഈ പള്ളിയുള്ളപ്പം നമുക്കൊരു ബലവും കൂടിയാണല്ലോ. എല്ലാവർക്കും വന്ദനം. കർത്താവൻ ദാസൻ ഇപ്പോൾ ഞാൻ കണ്ട, എനിക്ക് ഓർക്കാൻ പറ്റിയ തിരുവനന്തപുരത്ത് നിന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്റർ
ഷൈബ് പത്രോസിൻ്റെ സഹോദരി ഭാര്യയുടെ ആങ്ങള പാസ്റ്റർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ പാസ്റ്റർ ജെയ്സൺ വളരെ സ്നേഹമുള്ളൊരു ദേവദാസനാണ്. മറ്റെല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. കുഴപ്പമില്ല. ഞാൻ ഈ യന്ത്രത്തോട് എനിക്ക് വിരോധമില്ല, പക്ഷെ ഈ സാധനം വന്നപ്പോൾ എൻ്റെ മൊത്തത്തിൽ ഒരു കുഴച്ചിലുണ്ട്. നേരത്തെ വലിയ നോബൊക്കെ തിരിക്കുമ്പോഴേ ഇതിങ്ങനെ ഇതേലുള്ള ഫിറ്റിംഗ് അല്ലേ. ടെക്നോളജി നന്നായിട്ട് വരികയല്ലേ, വിച്ച് ഈസ് വെരി ഗുഡ്. ഓൾറൈറ്റ്. ഞാൻ ഈ സുഹൃത്ത്, എന്താ മോനെ പേര്? സിജോ. ഓക്കെ. സിജോ ആ വചനം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അത് പ്രസംഗിക്കാൻ ഭയങ്കര നിയോഗം എനിക്ക്, പക്ഷെ അത് സമയം വേണം. അതുകൊണ്ട് ഇന്നിപ്പോൾ വിത്ത് അല്ലേ, വിത്ത് ചുമന്നും, അങ്ങനല്ലേ, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ടുവരുന്നു, കറ്റ ചുമന്നും. സിജോയ്ക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടുണ്ടോ? ഡിഡ് യു സ്റ്റഡി? അവിടെ ആർക്ക് പറയാം അതിൻ്റെ കോണ്ടെക്സ്റ്റ്? ചുമ്മാ കരയുന്നതല്ല. വിത്ത് ചുമക്കുമ്പോൾ കരയാൻ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇസ്രായേൽ മക്കള് പാലസ്തീനിൽ നിങ്ങൾക്കറിയാം വല്ലാത്ത ലാൻഡാണ്, എല്ലാം പാറക്കല്ലുകൾ നിറഞ്ഞ ഒരു ഏരിയയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഉപമയിൽ വിതയ്ക്കുന്നവൻ്റെ വിതയിൽ വിത്ത് വീഴുന്ന 3 ഏരിയയെക്കുറിച്ചൊക്കെ പറയുന്നു. എല്ലായിടത്തും ഗ്രോ ചെയ്യത്തില്ലല്ലോ. ഓൾറൈറ്റ്. പാലസ്തീനിയൻ കോണ്ടെക്സ്റ്റ് ഒത്തിരി വ്യത്യസ്തമാണ്. കരയാൻ പ്രധാനപ്പെട്ട 2 കാരണങ്ങളുണ്ടെന്ന് വിതകാരന്. ഒന്ന്, ഞാനീ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് വിതച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് കാല് മിക്കപ്പോഴും മുറിയും, കൂർത്ത കല്ലുകളുണ്ട്, വിതയ്ക്കാതിരിക്കാൻ മേല. വിതച്ചുകൊണ്ട് പോകുമ്പോൾ കല്ല് കാലിൽ കൊണ്ട് മുറിഞ്ഞ് ചോരയുമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മിക്കവരും കരഞ്ഞേ പറ്റൂ, വേദന കൊണ്ട്. രണ്ടാമത്താണ് കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള ഒരു വേദന. അത് ശരീരത്തിൻ്റെ വേദനയല്ല, ഹൃദയത്തിൻ്റെ വേദനയാണ്. അതായത് ചിലപ്പോൾ കൊയ്ത്ത് നന്നാവില്ല, എല്ലായിടത്തും ഒന്നുപോലെ അവിടെയും നന്നാകാത്ത കാലങ്ങൾ. അതിന് ബൈബിൾ ഒത്തിരി തെളിവുണ്ട്. അങ്ങനെ നന്നാകാതെ പോകുമ്പോൾ വിത്തിനെടുത്ത് വെച്ച ഗോതമ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, യവമോ എന്തായാലും നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയാം, വിത്തിന് വേണ്ടി കുറേ മാറ്റി വെക്കും. ആ സംഗതി പട്ടിണി വരുമ്പോൾ, പട്ടിണിയാണല്ലോ മൊത്തത്തിൽ, പിള്ളേർക്ക് വേണ്ട പോലെ അപ്പം, അവർക്ക് അപ്പമാണല്ലോ, ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും ആ വിത്ത് എടുക്കത്തില്ല. അവിടെ വിത്തെടുത്താൽ പിന്നെ വിത ഉണ്ടാകത്തില്ല. അപ്പം ഈ പാവപ്പെട്ടവൻ വിതയ്ക്കുമ്പം കണ്ണു നിറയെ, ഉള്ളം തകരും. കർത്താവേ, എല്ലാ മക്കൾക്ക് പോലും കൊടുക്കാതെ ഞാൻ വിതയ്ക്കുന്നത്, ഈ കൊല്ലമെങ്കിലും എൻ്റെ വിതയെ അനുഗ്രഹിക്കണമേ. സമ്പടിക്കാരൻ പോലത്തെ എല്ലാവരും സമർപ്പിച്ചാണ്. ആമേൻ. അങ്ങനെ സങ്കടപ്പെട്ട് ഉള്ളം തകർന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ പിന്മഴയും മുൻമഴയും കാത്തിരുന്ന് വിതയ്ക്കുന്ന ഒരു വിതകാരനാണ് കറ്റ ചുമന്നാർപ്പെട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കരഞ്ഞവനെ ആർപ്പിടാൻ വ്യവസ്ഥയുള്ളൂ. ചുമ്മാ ചിരിക്കേണ്ട ഏർപ്പാടല്ലേ ആത്മീയത. കണ്ണീരിൻ്റെ വില അറിയാവുന്നവന്, ഉള്ളം തകർന്ന് കണ്ണീർ പുറത്തേക്ക് വന്നവന്, വേദന ഒരുപാട് പേറിയവന് ദൈവം അത്ഭുത സൗഖ്യം നൽകി. ശത്രുവിൻ്റെ മധ്യ മേശ ഒരുക്കുമ്പോൾ അവൻ ആർപ്പോടെ somebody put your hands together. കരമടിച്ച് എല്ലാവരും ദൈവത്തെ ഇന്ന് രാവിലെ എല്ലാവരും ആരാധിക്കട്ടെ. എല്ലാവരും കർത്താവിനെ ആരാധിക്കട്ടെ. ശക്തമായി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. വിത്ത് ചുമന്ന് കരഞ്ഞ് വിതച്ചും കൊണ്ടുവന്ന് കറ്റ ചുമന്ന് ആർത്ത് അട്ടഹസിച്ച് ദൈവത്തെ ആരാധിക്കാൻ വകുപ്പുള്ളവരാ ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുന്നത്. അവരെ ആരാധിക്കൂ. അവർക്ക് മാത്രമേ ആരാധിക്കാൻ പറ്റൂ. അവരുടെ ആരാധനയിലാ സന്തോഷം, അവിടെയാ ഉല്ലാസം, അവിടെയാ ജയം, അവിടെയാണ് ആർപ്പ്. Everybody worshiping God. Shakura jagara jagadara dibaraba shendanari rekaridala haudebere janari adala. Jesus. ഇന്ന് ഞാൻ കോണ്ടെക്സ്റ്റ് ആ വാക്യം പറഞ്ഞപ്പം പറയായിരുന്നു, എനിക്ക് മറ്റൊരു ചിന്തയാണ് മനസ്സിൽ
പ്രകാശിക്കുന്നത്. ഒരു വചനം നമുക്ക് വായിക്കണം. എഫേസ്യർ 1-ാം അധ്യായത്തിൻ്റെ 18-19 നോക്കിയാൽ. എഫേസ്യർ 1:18-19 പെട്ടെന്ന് വായിച്ചാൽ. പൗലോസിന്റെ ഒരിച്ചിരി നീണ്ട പ്രാർത്ഥനയാണിത്. 10 പ്രധാന പ്രാർത്ഥനകൾ ലേഖനങ്ങളിൽ പൗലോസിന്റെ വകയായിട്ടുണ്ട്. ചിലത് ഇച്ചിരി ഷോർട്ടാണ്, ഇത് സ്വല്പം നീളമുള്ളൊരു പ്രാർത്ഥന. അതുകൊണ്ട് ചിലത്തൊക്കെ കോമായിട്ട് സെന്റൻസുകളിന് വാക്യങ്ങൾ തന്നെ മുന്നോട്ട് പോകാറുണ്ട്. പൗലോസിന്റെ എഴുതപ്പെട്ട പ്രാർത്ഥന, ഓഫ് കോഴ്സ് പൗലോസിനെ പോലെ പ്രാർത്ഥിച്ച വേറൊരാളില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഇത് ബൈബിളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടി നൽകിയിരിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയറാണ് ഇപ്പം നമ്മൾ വായിച്ചത്. പല യാഥാർത്ഥ്യങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും നിങ്ങളെ നയിക്കുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം നിഷാന്ത് പാസ്റ്ററെ, പൗലോസ് ശൗൽ എന്ന് മാത്രം പേരുള്ള കാലത്ത് ദമസ്കോസിൻ്റെ കൺഫ്രണ്ടേഷനൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ, പറയേണ്ട കാര്യമില്ല. ആ വല്ലാത്ത വെളിച്ചം കണ്ണിൻ്റെയും കാഴ്ച പോയി മങ്ങി ആൾക്കാർ കയ്യെ പിടിച്ച് കൊണ്ടുവന്നിട്ട് ശീമോൻ്റെ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ശൗലിന് കൈവച്ചു പ്രാർത്ഥിച്ച് സൗഖ്യം വരുത്താൻ വേണ്ടി അനന്യാസ് എന്ന അഭിഷിക്തനെ ദൈവം അയക്കുകയാണ്. അനന്യാസ് ദൈവം പറയുന്നു, ഇന്ന കക്ഷി ഇന്നടത്ത് നേർവീതി എന്ന തെരുവിൽ ശിമിയോന്റെ വീട്ടിൽ പാർക്കുന്നു. എടുത്ത വായിലെ അനന്യാസ് പറഞ്ഞത് നിങ്ങൾക്ക് വായിച്ചിട്ടില്ലേ? എന്തുവാ ദൈവമേ ഈ പറയുന്നത്? നിനക്ക് വിവരം അറിയത്തില്ല. ഈ കക്ഷി ഏതാണെന്നറിയാമോ? അവൻ നിന്റെ സഭയെ മൂടിച്ച് തകർത്ത് കൈ തന്നയാളാണ്. എന്നിട്ട് എന്നെയും കൂടെ കൊല്ലിക്കാനാണോ? എടാ, എന്നെ കൊല്ലുവാണെങ്കിൽ വേറെ വലുവിനെ കൂടെ കൊല്ലിക്കുക. ഇവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാതെ ഉടതമ്പരാനെ എന്ന് പറഞ്ഞ് ഒരു ആർഗ്യുമെന്റിലേക്ക് വരികയാണ് ദൈവദാസനായ അനന്യാസ്. എന്ന് വെച്ചാൽ ഇവൻ ഈ വിടുതലിൻ്റെ ആവശ്യമൊന്നും ഇല്ല, കാരണം സഭയെല്ലാം തകർത്തവനല്ലേ എന്ന മട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടു. അതെല്ലാം പറഞ്ഞാൽ എൻ്റെ വാക്യമെല്ലാം പോവും. എനിക്കിഷ്ടപ്പെട്ട പ്രയോഗം, അനന്യാസ് നീ യെരൂശലേമിൽ ഇട്ടാവട്ടത്തിലാണ് നിന്റെ പ്രവചനവും ശുശ്രൂഷയും. ഫൈൻ വിത്ത് മീ, അതാ നിന്റെ വിളി, അതാ നിന്റെ നിയോഗം. പക്ഷെ നിനക്കറിയാമോ, ഈ ചെറുപ്പക്കാരൻ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ പോകുക. ജനതതികളെ ജനപദങ്ങളെ ആത്മാവിൽ അട്ടിമറിക്കുന്ന അഭിഷിക്ത ശുശ്രൂഷ കരമൂർത്തി എല്ലാവരും സമർപ്പിച്ചാൽ ഇന്ന് രാത്രി രാവിലെ ഞാൻ ദൂത് പറയുക. പ്രതീക്ഷകൾക്കപ്പുറത്ത്, കണക്കൂട്ടിനകത്ത്, ബന്ധുക്കളുടെ മിത്രം കൊണ്ട് മുഴുവൻ അഭിപ്രായത്തിനപ്പുറത്തായ ശത്രുവിന്റെ മധ്യേ മേശ ഒരുക്കി ഉയർത്തി മാനിച്ച് ഒരു അത്ഭുത വിഷയമായി എന്നെ മാറ്റും, കർത്താവ് മാറ്റുമെന്ന് ഉറപ്പുള്ള എല്ലാവരും കരങ്ങളെ തട്ടി ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ജനത്തിന് പ്രതീക്ഷ അട്ടിമറിച്ച് അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റാൻ പോകുക. ആമേൻ. എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു അനുഗ്രഹമായി ഒരു അത്ഭുതമായി ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷ, ഒരു അഭിഷേകത്തിന്റെ മിനിസ്ട്രി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാവിലെ എല്ലാവരും വിശ്വസിക്കട്ടെ. അത് ദൈവം ചെയ്യാൻ പോകുക. പലരിലും ആ മിനിസ്ട്രി വെളിപ്പെടാൻ പോകുക. ഇതുവരെ കാണാത്തത്, ഇതുവരെ വെളിപ്പെടാത്തത്, ഇതുവരെ കേൾക്കാത്തത് പ്രാപിക്കാൻ, അനുഭവിക്കാൻ ഒരത്ഭുതം ദൈവം ചെയ്യുമെന്ന് ഈ രാവിലെ എല്ലാവരും വിശ്വസിക്കട്ടെ. ശബാരാ ജാനാ രാഖേ ഇകാലാ ജാനാ രാധേ ശകിരേകൻ റികാലാ ദനേസ്. ജീസസ് താങ്കി മോനെ, വായിക്കണ്ട. ഈ ന്യൂജൻ അല്ലാത്തതുകൊണ്ട് ഭാഷ പറയണ ഭാഷ ന്യൂജന. എനിക്കിത് കേൾക്കുമ്പോൾ തീരെ ഏർപ്പാട്. താങ്ക് യു. ഭാഷ പരിപാടി മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. രാവിലത്തെ പുതിയ ഫിറ്റിങ്സ് ഒക്കെ ഗുഡ്. ഈ ഡയറിന്ന് കാലി ഡയറിയാണല്ലോ മോനെ സോണി. അതിനകത്തൊന്ന് ചുമ്മാ ഡയറി മേടിച്ച് കൈ പിടിച്ചിരിക്കുക.
ഞാനിവിടെ ഒരു പാസ്റ്റർ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് മേടിച്ച് അത്യാവശ്യം റെഫർ ചെയ്യാനേ. അപ്പോൾ നല്ല കുട്ടമ്പം ബൈബിളാണ്, സ്റ്റൈലാ. ആ മറിച്ചപ്പോൾ എനിക്ക് വേണ്ടിയ വാക്യം 3 പേജ് ഒട്ടിയിരിക്കുക. നല്ല വായനക്കാരനാണ്, എനിക്ക് മനസ്സിലായി. ഗുഡ്. പാസ്റ്റർ നല്ല കുറേ കാര്യങ്ങൾ ചെയ്യും. ഐ ആം ഗ്ലാഡ്. നമ്മൾ ഈ പെന്തക്കോസ്ത് 125 കൊല്ലമായിട്ട് ആ ക്രമം തെറ്റിച്ച് അങ്ങനെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. അങ്ങനെ ചുമ്മാ ഈ പാരമ്പര്യമൊന്നും വേണ്ട. പുതിയ കാര്യങ്ങൾ രംഗത്ത് വരട്ടെ. ഞാൻ ചിലപ്പോൾ അവർക്ക് ഹല്ലേലൂയ തന്നെ ഈ 3 മാറ്റിയാലും ഞാൻ വിചാരിക്കാം. പാസ്റ്റർ 4 ആക്കിയാൽ നമ്മൾ ഞെട്ടും. ഇവിടെ 5 വേണം, ഇത് കൂട്ടിക്കൊണ്ടേ ഇരിക്കണം. ഓൾറൈറ്റ്. ഞാൻ ആ കോൺടെക്സ്റ്റ് പറയുന്നില്ല. ആ ദൈവദാസ് ഞാനത് വായിക്കുമ്പോഴെല്ലാം ഓർക്കുകയെ, കർത്താവിൻ്റെ സമയത്ത് ലോകത്തെ ഞെട്ടിക്കുന്ന കുറേ പേരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. പക്ഷേ നിശാന്തനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ വളരെ ചുരുക്കം ആൾക്ക്, ഒരു സഭയുണ്ടെന്നേ ഉള്ളൂ, ചുരുങ്ങിയ ഒരു സംഘമേ ഉള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പം എന്നോട് വേറൊരാൾ പറഞ്ഞു, നിശാന്ത് ഭാഷ സഭയിൽ ഭയങ്കര ഗ്രോത്ത് ആണെന്ന്. അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. കർത്താവിന് ഇനി അത്ഭുതം ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ വലിയ സഭകൾ ഏജിക്ക് ഒരു പരിധി വരെ IPC എത്രയൊന്നും ഇല്ല കേട്ടോ, എങ്കിലും 200-300 ഒക്കെയുള്ള സഭകൾ ഇവിടെ ഉണ്ട്. അവരുടെ മധ്യത്തിൽ അവഗണിക്കപ്പെട്ട് മേൽവിലാസം ഒത്തിരി ഇല്ലാതിരുന്ന സഭയെ ദൈവം മേൽവിലാസമുള്ള സഭയാക്കി മാറ്റുന്നു. കാര്യമൂർത്തി വിശുദ്ധിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അത് കർത്താവ് ചെയ്യും, അത് കർത്താവ് ചെയ്യും. എനിക്കിഷ്ടപ്പെടുന്നത് അതല്ല. അനന്യാസ് പിന്നെ ഓൾറൈറ്റായി അവനെ കർത്താവിൻ്റെ ആത്മാവ് ഡിറക്റ്റ് ചെയ്ത് അഡ്രസ്സൊക്കെ ദൈവാത്മാവ് അഡ്രസ്സ് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറായി, ഒരു വഴിയും തെറ്റത്തില്ല. അങ്ങനെ റൂട്ട് പറഞ്ഞ് കൃത്യമായിട്ട് അങ്ങോട്ട് വിടുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒടുവിലത്തെ ലാൻഡ്മാർക്ക് ഓർ അടയാളം ആർക്കെങ്കിലും പറയാമോ? അവൻ പോകുന്ന വഴിയെല്ലാം പറഞ്ഞേച്ച് ലാസ്റ്റ് ദൈവാത്മാവ് ഒരു വാചകം കൂടെ പറയുന്നുണ്ട്, അവൻ പ്രാർത്ഥിക്കും. ഡിഡ് യു നോ ദാറ്റ്? കണ്ണ് കാണാൻ വരെ എന്നാൽ ചുമ്മാ ഉറങ്ങിക്കളയാം എന്നല്ല, അവൻ ദൈവം ഭാഗെ പ്രാർത്ഥിക്കുകയാണ്. അവൻ ഡെമസ്കോസിലെ കക്ഷിയെ വേണ്ട പോലെ പിടികിട്ടിയിട്ടില്ല, അവനെ എനിക്ക് അറിയണം. ആമേൻ. എൻ്റെ കണ്ണിനെ തൊട്ടവൻ, എൻ്റെ അന്തരാളത്തെ സ്പർശിച്ചവൻ, എനിക്ക് മാറ്റം വരുത്തിയ ഇവനെ എനിക്ക് അറിയും വരെ പ്രാർത്ഥിക്കും ഞാൻ. അറിയണം, എനിക്ക് അറിയണം, അറിയണം, അറിയണം. ഐ മസ്റ്റ് നോ ഹിം. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുക. ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനെയാണ് ദൈവദാസൻ ആത്മാവിൽ കാണുന്നത്. അവൻ്റെ അടയാളം പ്രാർത്ഥനയാണ്. നമ്മുടെ ഐഡന്റിറ്റി പ്രയർ ആകട്ടെ. നമ്മെ ആൾക്കാർ കാണുന്നത് പ്രാർത്ഥിക്കുന്നവനായിട്ടായിരിക്കട്ടെ. ആമേൻ. കരമുർത്തി എല്ലാവരും സമർപ്പിച്ചാട്ട്. പ്രാർത്ഥിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ ആരാണോ അവൻ അനുഗ്രഹിക്കപ്പെടും. ആ കുടുംബം വിടുവിക്കപ്പെടും. ആ സഭയിൽ അത്ഭുതങ്ങൾ നടക്കും. ഈ തലമുറയിൽ 2025 പ്രാർത്ഥിക്കാൻ എല്ലാവരും സമർപ്പിക്കുക, എല്ലാവരും സമർപ്പിക്കുക. പ്രാർത്ഥനയുടെ അന്തരീക്ഷം, അന്തരീക്ഷം, അന്തരീക്ഷം മുന്നോട്ട് പോകട്ടെ. സഭ പ്രാർത്ഥിക്കട്ടെ, വ്യക്തികൾ പ്രാർത്ഥിക്കട്ടെ, കുടുംബങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Shall we pray? Yes, 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 yes. Everybody, everybody worshiping God. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന രാവിലെ. ചരകനരെ ദികാരജനരെ ദികാരജന്ദേനെ ദിലാദേനെ രകരെ റികനരദരസ്. Oh, Rabashe, Ridamanarik, take a look at the take a look at the Natina Nine, Rikala Tuna Reke, Rirabashina, Rimana Reke Ride. Kruba, Kruba, Kruba,
അഭിഷേകം, അഭിഷേകം, അഭിഷേകം. പൗലോസിന്റെ കണക്ടിവിറ്റിയിൽ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ചിന്ത നാളുകളായി പ്രകാശിക്കുന്നതാണ്. സങ്കീർത്തനത്തിലെ ഒരു പഴയ വചനമാണ്. ഞാൻ പലർക്കും ഒരു ആമേ ഒരു ശരാശരിക്കാരനായിട്ട് ജനിച്ച് ജീവിച്ച് മരിച്ച പോരാ നമുക്ക്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആരും അറിയാതെ ആരും ശ്രദ്ധിക്കാതെ ചുമ്മാ ഒരു പിറവിയെടുത്ത് ശ്രീബുദ്ധൻ്റെ ഭാഷയിൽ വളർച്ച, തളർച്ച, വിരൾച്ച എന്ന മട്ടിൽ അസ്തമിക്കേണ്ടവരല്ല ദൈവത്തിൻ്റെ പൈതൽ. You need to impact your generation. തലമുറയെ സ്വാധീനിക്കാൻ, തലമുറയുടെ മാർക്ക് കോറിയിടാൻ, ഒരു അടയാളപ്പെടുത്തൽ, ഒരു അടയാളപ്പെടുത്തലിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുക. വെറുതെ ജീവിച്ച് മരിക്കരുത്, അടയാളപ്പെടുത്തി കടന്നു പോകണം. You need to leave a mark. You need to leave a mark in your generation, in the society, in the church, in the wider framework. അതിനാ ദൈവം നമ്മെ വിളിച്ചത്. ആമേൻ. ദാവീദ് പറയാ, ഞാൻ പലർക്കും ഒരുപാട് മണ്ഡലങ്ങൾ അവനത് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അവൻ്റെ ആരാധന എല്ലാവർക്കും ഒരു അത്ഭുതമാണ്. ആമേൻ. മതത്തിന് മാടമ്പിമാരും മേലാവികളും അസ്തപ്രജ്ഞരായി മാറി നിൽക്കുമ്പോൾ ഈ ഇടയ ചെറുക്കൻ നന്നായി ദൈവത്തെ ആരാധിക്കുകയാണ്. ഉയർച്ചയുടെ പടവുകൾ ചാടിക്കയറി യുദ്ധങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ യുദ്ധങ്ങൾ ജയിച്ച് യെബൂസ്യ നഗരമായ യെബൂസ്യ നഗരം പിടിച്ചടക്കി യെരൂശലേം എന്ന് പുത്തൻ നാമവും ഇട്ടിട്ട് ആരാധനയ്ക്ക് വേണ്ടി സ്വരുക്കൂട്ടം നടത്തി ആരാധനയുടെ ക്രേവിങ് കൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ആലയം പണിതേ പറ്റൂ എന്ന് പറഞ്ഞ് ആമേൻ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയ്ക്കകത്ത് പാർക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം തിരശ്ശീലയ്ക്കകത്തിന് ശരിയല്ല എന്ന ആത്മഭാരമുള്ള അവൻ വെഞ്ചാമരം വല്ലാതെ നീട്ടി വീശിയിട്ടും ഉറക്കം വരാതെ ഒരു രാത്രി എഴുന്നേറ്റിരുന്ന അവൻ ഭാരത്തോടെ ദൈവാരാധനയ്ക്ക് വേണ്ടി സമർപ്പിച്ച അവൻ മീഖൽ എന്ന റാണി അവനെ പുച്ഛിച്ചു പഴിച്ചിട്ടും ദൈവത്തിൻ്റെ പെട്ടകമായത് നിന്റെ കുഞ്ഞുകളിലുള്ള സംഗതി അല്ല, ഇത് എന്നെ ഞാനാക്കിയ ദൈവത്തിൻ്റെ പെട്ടകമാണ്, എന്നെ ഉയർത്തി മാനിച്ചവൻ്റെ പെട്ടകമാണ്. അവൻ്റെ ഇനിയും നൃത്തം ചവിട്ടി എവരിബഡി വർഷിപ്പിംഗ് ഗോഡ്, എവരിബഡി കരമടിച്ച് എല്ലാവരും ദൈവത്തെ ആരാധിക്കും. ദൈവത്തിൻ്റെ പെട്ടകം യഹോവയുടെ പെട്ടകം, ഇത് ദൈവത്തിൻ്റെ പെട്ടകമാണ്. എനിക്ക് മേൽവിലാസം തന്നവൻ, എന്നെ ഉയർത്തിയവൻ, എന്നെ മാനിച്ചവൻ, അവൻ്റെ പെട്ടകം ചുമക്കുന്ന എനിക്ക് ദൈവത്തെ ആരാധിക്കണം. ലജ്ജയില്ലാതെ ഇന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ലജ്ജിക്കാതെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ പെട്ടകത്തിന് മഹത്വം അറിയാവുന്ന എല്ലാവരും ഇന്ന് രാവിലെ ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. Yes. Rajada khasana courage, ekala dudana kare karaka, ribala sane kera bashaina, rikalo di baradas. പ്രിയരെ, എനിക്ക് ദാവീദിനെ പോലെ എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥമില്ല. അവൻ്റെ 7 അയലത്ത് നമ്മൾ എത്തുകയില്ല. അവൻ ആരാധിക്കാൻ കുത്തിയിരുന്ന് അവൻ്റെ സംഗീതവാസന എല്ലാം, അവൻ്റെ പോയറ്റിക്കൽ സ്കിൽസ് എല്ലാം ഉപയോഗിച്ചവനാ. അവൻ്റെ സങ്കീർത്തനങ്ങൾ എണ്ണമറ്റവയാ. പുസ്തകത്തിലെ അല്ല, അത് കുറച്ചേ ഉള്ളൂ, വേറെ 1000 എഴുതിയിട്ടുണ്ട് അവൻ. അറിയാലോ നിങ്ങൾക്ക്. അവൻ നല്ല മ്യൂസിഷ്യൻ, ഏത് ഇൻസ്ട്രുമെൻറ്റും വഴങ്ങുന്നവൻ. തൻ്റെ ഈണത്തിനും രാഗത്തിനും ഇണങ്ങാത്തത് ആണെങ്കിൽ അവൻ വേറെ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി കളയും. പല സംഘങ്ങളെ പല ഫോം ചെയ്തയാള്.
ഓരോരുത്തരുടെ കീഴിൽ അവൻ ആളുകളെ ഏർപ്പെടുത്തിയവന്, ഇത്രയും സെറ്റിംഗ് ഒക്കെ നടത്തി കോർ മാസ്റ്റേഴ്സിനെ നിയമിച്ച് ആസാഫിനെ യഹൂദനെ എല്ലാം നിയമിച്ച് സംഘമായി മാറി മാറി റോട്ടാക്രമത്തിൽ തിരിച്ച് ആരാധകന്മാരെ സംവിധാനം ചെയ്ത് അവന് വേണമെങ്കിൽ ആ പെട്ടകം കൊണ്ടുവരുമ്പോൾ പല്ലക്കിലെങ്കിലും ഇരുന്ന് ചുമ്മാ ഒന്ന് ചേർന്ന് പാടിയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ അവൻ പറയുന്നു, ഞാൻ കാശ് കൊടുത്ത് ആരാധിപ്പിക്കുന്നവനല്ല, കൂലിക്കാരെ വെച്ച് ആരാധിപ്പിച്ച പോരാ എനിക്ക്. സന്നാഹങ്ങളും സംവിധാനങ്ങളും ആൾക്കൂട്ടവും ആരവാരവും അകമ്പടി അമ്പാരിയും കൊണ്ട് അല്ല എൻ്റെ ആരാധന. ആമേൻ. ദൈവം നന്മ ചെയ്തത് കൊണ്ട്, ദൈവം ഉയർത്തിയത് കൊണ്ട്, ദൈവം ആക്ഷേപങ്ങൾ മാറ്റിയത് കൊണ്ട് ഞാൻ ഇനിയും അവനെ ആരാധിക്കും. അവൻ എൻ്റെ രാജപത്രം മാറ്റിവെച്ച് അവൻ വെള്ള നൂലങ്കി ധരിച്ച് അവൻ ദൈവത്തെ നൃത്തം ചവിട്ടി പെട്ടകത്തിന് മുമ്പാകെ നൃത്തം ചവിട്ടി ആരാധിക്കുമെങ്കിൽ നിന്റെ പത്രാസ്, നിന്റെ ഉദ്യോഗം, നിന്റെ ദർഹംസിന്റെ കണക്ക്, അവൻ നിന്റെ ഹൈലി പ്ലേസ് ഓഫീസ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ദൈവമാണ് തന്നതെന്ന് ബോധ്യമുള്ളവരാ ഈ രാവിലെ ഇവിടെ ഉള്ളത്. അവരാ ദൈവത്തെ put your hands together. Everybody give him a very big round of applause. Everybody, എല്ലാവരും നന്നായി ദൈവത്തെ ഈ രാവിലെ ആരാധിച്ചോ. എല്ലാവരും ദൈവത്തെ ഈ രാവിലെ everybody worshiping God. എല്ലാവരും ദൈവത്തെ കൊടുത്ത് ഇന്ന് രാവിലെ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് എല്ലാവരും ഇന്ന് രാവിലെ ദൈവത്തെ ശക്തമായി ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി 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 നന്ദി. പ്രിയരെ, ഞാൻ KJ മാത്യു എന്ന പേരുള്ള ഞാൻ ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. നിങ്ങൾ ആരും ആരാധിച്ചില്ലെങ്കിലും എനിക്ക് ദൈവത്തെ ആരാധിച്ചേ പറ്റൂ. കാരണം ദൈവം എണ്ണമറ്റ നന്മകൾ തന്നിട്ടുണ്ട്. SAG സെക്രട്ടറി എന്നൊക്കെ കൊള്ളാവുന്ന ഇംഗ്ലീഷൊക്കെ നിഷാന്ത് ഭാഷ പറഞ്ഞെങ്കിലും എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോൾഡ് ചെയ്യുന്നൊരു ഓഫീസാണ് അത് എന്നിരിക്കലും ഇവിടെ എത്തിയ കാര്യങ്ങളെ ഓർത്താൽ ഞാൻ നിർത്താതെ ദൈവത്തെ ആരാധിക്കണം. ഈ സ്ഥാനത്തെക്കുറിച്ചല്ല, ദൈവം നിർത്തിയതിനെ ഓർത്ത്. നിഷാന്ത് ഭാഷക്കാർ അസംസ്കോട് നിന്ന് 8 കൊല്ലം ഞാൻ ഔട്ടായിരുന്നു. AG പ്രസ്ഥാനം. ഇപ്പം ഞാൻ ഈ സൗത്ത് ഇന്ത്യയുടെ ഒരു ചുമതലയുണ്ട്. എൻ്റെ പ്രസ്ഥാനത്ത് നിന്ന് സങ്കടം ആരും പുറത്താക്കിയല്ല, ഹൃദയം തകർന്നിറങ്ങിപ്പോയ ആളാണ് ഞാൻ. മേലാലിനി കൂട്ടരുമായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് പഴയ ലീഡേഴ്സ് എന്തിനാ ഞാനതെല്ലാം പറയുന്നത്, അവരെല്ലാം കടന്നുപോയി. സങ്കടം, ഹൃദയം തകർന്ന്, കണ്ണു നിറഞ്ഞ് ഒരു കോൺഫറൻസിൽ നിന്ന് അപമാനിതനായി ഇറങ്ങിപ്പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞ് ഒരു മടങ്ങി വരവ് നടത്തിയ ആളാണ് ഞാൻ. എൻ്റെ അപ്പൻ AGയിലെ സീനിയർ പാസ്റ്റർ. ഞാൻ ജനിച്ചത് AG പാഴ്സനേജിൽ, കണ്ണൂർ ഇരിട്ടിയിൽ. അപ്പച്ചൻ AGയിലെ ട്രഷറർ, പഴയ മിനിസ്റ്റർ കടന്നുപോയി. എന്നിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ ശുശ്രൂഷ കൂരാച്ചുണ്ടെന്ന് പറയുന്ന പേരാമ്പ്ര, കുറ്റ്യാടി, കോഴിക്കോട് ഭാഗത്ത് ചെയ്തു വന്ന ഞാൻ അന്നത്തെ ലീഡർഷിപ്പിൻ്റെ സങ്കടപ്പെടുത്തലിൻ്റെ ആധിക്യം നിമിത്തം 21 വയസ്സുള്ള ഞാൻ സങ്കടം സഹിക്കാൻ മേലാതെ ഇറങ്ങിപ്പോയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തരാഞ്ഞുകൊണ്ടാണ് ഞാൻ സങ്കടപ്പെട്ടു പോയത്. ക്രിസ്ത്യൻ വർക്കർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം എല്ലാ AG പാസ്റ്റർമാർക്കും അത് വേണം. അതില്ലെങ്കിൽ പ്രസ്ഥാനപരമായിട്ട് അക്രഡിറ്റേഷൻ ഇല്ല. അതില്ലാതെ സങ്കടപ്പെട്ടു പോയി. ദൈവം ഈ പറഞ്ഞ പോലെ ഒരു പരിപാടി നിശ്ചയിച്ചപ്പോഴേ പിന്നെ എൻ്റെ ഒപ്പില്ല, സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഇല്ല. ഒത്തിരി കൊല്ലമായിട്ട്
എന്നെക്കുറിച്ച് ഞാൻ പറയല്ല, മനസ്സിലായി? ദൈവത്തിന് ചില അട്ടിമറി പറയാ. ഞാൻ ഇന്നും കുറേ സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടേ പറ്റൂ. ആമേ. ദൈവം വിചാരിച്ചാൽ തടയാൻ ആർക്കും പറ്റത്തില്ല. ആരും സങ്കടപ്പെട്ടിരിക്കരുത്. വിശ്വസമായി കണ്ണീരോടെ ദൈവത്തെ സേവിച്ചാൽ, ആമേൻ, നീ അത്ഭുതം കാണുക മാത്രമല്ല, എനിക്ക് അത്ഭുതം വേണമെന്ന് പറയുക മാത്രമല്ല, പലർക്കും നിന്നെ ഒരത്ഭുതമാക്കാൻ ദൈവത്തിന് കരമൂർത്തി എല്ലാവരും ദൈവം ചോദിച്ചാടേമേൻ. ആമേൻ. ചെറുപ്പക്കാരാ, ജോലിയുടെ ആശങ്ക, ഇനി ഡോക്യുമെന്റേഷന്റെ ആശങ്ക, വീസയുടെ ആശങ്ക നിന്നെ ഇന്ന് രാവിലെ ബാധിക്കുന്നത്. കിടപ്പാടത്തിന്റെ ആശങ്കയാണോ? പൂർത്തിയാകാത്ത വീടിന്റെ ആശങ്കയാണോ? വീട്ടിലെ അച്ഛനമ്മമാരുടെ രോഗാതുരതയാണോ? അതൊക്കെ നിന്റെ അകത്തുനിന്ന് രാവിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു വല്ലാത്ത ബീറ്റിംഗായി, ഒരു പെരുമ്പറ മുഴക്കമായിട്ട് മാറുമെങ്കിൽ എനിക്ക് മനസ്സിലാകും. കാരണം അത് മനസ്സിലായി അതിലൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. എന്നിട്ട് പറയുന്നു, അങ്ങനെ ഉള്ളവരെയും, ആമേ, സമൂഹം എഴുതിട്ട് റൈറ്റ് ഓഫ് ചെയ്ത, ഇവനെ കൊണ്ട് ഗുണം വരത്തില്ല, മിടുക്കനാകത്തില്ല, നന്നാവില്ല എന്ന് നാട്ടാരും വീട്ടാരും ഒന്നിച്ചു പറഞ്ഞ നിന്നെ ആ സമൂഹത്തിൽ, ആമേ, നിന്റെ അയൽവക്കത്ത്, നിന്റെ കൊച്ചു ഗ്രാമത്തിൽ ഒരത്ഭുതമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുന്നു. നിന്നെ ദൈവം ഒരത്ഭുതമാക്കാൻ പോകുക. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആർ തടയും? അതെ, ദൈവം പ്രവർത്തിക്കാൻ പോകും. ആമേൻ. ദൈവം നിശ്ചയിച്ചാൽ തടയാൻ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. വിശ്വസിച്ചോ? നമ്മളെപ്പോഴും അത്ഭുതങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ അത്ഭുതങ്ങൾ വേണം. ഓ യെസ്, നമ്മളൊക്കെ ഒത്തിരി അത്ഭുതം കണ്ടവരല്ലേ, നോ ഡൗട്ട്. പക്ഷെ വചനം പറയുന്നു, ദാവീദ് നന്ദിയോടെ പറയുന്നു, ഒത്തിരി പേരുടെ മുന്നിൽ ദൈവം എന്നെ ഒരു അത്ഭുതമാക്കിയിരിക്കുക. ഇൻ ദി ഒറിജിനൽ ഹീബ്രുവിൻ്റെ എറ്റിമോളജിക്കൽ ഇംപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ്, I've become a monster for many. മോൺസ്റ്റർ എന്ന വാക്കത്ര നല്ലതല്ല. എന്താ മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ? മോൺസ്റ്റർ, MONSTER. എന്താണ്? പറയും മോനെ, ഉറക്കെ പറഞ്ഞു. മോനോർക്കുന്നു, ഞാനിത് എല്ലാവരോടും പറഞ്ഞാലും ഒന്നോർത്ത് എന്നെ മൈൻഡ് ചെയ്യണ്ട, ഞാൻ ഈ ടൈപ്പാണ്. ഭീകരജീവി, വെരി ഗുഡ്. ഭീകരജീവി, മോൺസ്റ്റർ, പേടിപ്പെടുത്തുന്ന ഒരു സ്വത്വം എന്നാണ് അർത്ഥം, ഇൻ ദ ഒറിജിനൽ. എന്നിട്ട് ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുക. അർത്ഥം മനസ്സിലായോ? ആൾക്കാർ എന്നെ കാണുമ്പോൾ ഓടിപ്പോകുന്ന, ഞാൻ നിഷാന്ത് പാസ്റ്ററെ പത്തനംതിട്ട സ്റ്റാൻഡിൽ ഇന്നാൾ നിൽക്കുമ്പോഴേ, ഇല്ല കുറേ കൊല്ലം മുമ്പാണ്, മാത്യൂസ് കറിയ സാറും മരിച്ചുപോലെ, അറിയത്തില്ല മോനെ, ബെസ്ലി മാത്യൂസ് കറിയ സാർ. സാർ ഒരു ആക്സിഡൻറ്റ്, എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു, അദ്ദേഹവും മാത്യു, ഞാനും മാത്യു. പത്തനംതിട്ട സ്റ്റാൻഡിൽ ഞാൻ ഇറങ്ങി അടുത്ത വണ്ടി കയറാൻ നേരത്തെ, അത് കാറും ഏർപ്പാടൊന്നും ഇല്ല, കയറാൻ നേരത്തെ പുല്ലൂർ ഞാൻ പഠിപ്പിച്ചൊരു പയ്യൻ ദൂരെ നിൽക്കുന്നത് കണ്ടു. അവൻ കണ്ണുമിഴിച്ച് ഓടുന്നത് കണ്ട് ഞാനാ വിടുവോ? ഞാൻ മറുവശത്ത് വിടും അവരെ. അങ്ങനെ എന്താടാ ഓടുന്നത്? ഞാൻ ചൊവ്വയെ പഠിപ്പിച്ചതല്ലയോ. ചെന്ന് പിടിച്ചപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ പോലെ, സാറല്ലേ ഇന്നാളും മരിച്ചത്? നേരെ രണ്ടും മാത്യു ആയതുകൊണ്ടേ, നല്ലൊരു അഭിഷിക്തനാ മരിച്ചത്. എന്നാൽ അവന് പേടിയായി, വല്ല പ്രേതോ ഭൂതോ. ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞ പോലെ എൻ്റെ കൈകളെ കാണുക. അപ്പൊ ഐ ബിക്കം എ മോൺസ്റ്റർ. അതെ, കുറെ പേര് നടുങ്ങട്ടെ ബ്രദർ, വിശ്വസിക്ക്. കുറെ പേര് അമ്പിപ്പോകട്ടെ, അവൻ കണ്ണുമിഴിക്കട്ടെ. Put your hands together somebody. ശക്തമായി ഒരു അത്ഭുതമായി നിന്നെ മാറ്റാൻ, നിന്നെ മാറ്റാൻ. ഓ യെസ്, ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിന്റെ ആക്ഷേപം ദൈവം മാറ്റും, നിന്റെ അപമാനം ദൈവം മാറ്റും. നിന്നെ ഉയർത്തി മാനിക്കുമെന്ന്
മാനിക്കുമെന്ന് ഒരത്ഭുതമായി തന്റെ ദാസനെ, തന്റെ ദാസിയെ, തന്റെ കുഞ്ഞിനെ മാറ്റാൻ എന്റെ ദൈവത്തിന് കഴിയും. You are a miracle, a wonder, a surprise to many. ഒരത്ഭുതമായി ദൈവം നിന്നെ മാറ്റാൻ പോകുക. ആമേൻ. കുറെ പേരെ ഞെട്ടിക്കണം, പേടിപ്പിച്ചില്ലെങ്കിലും ഞെട്ടിക്കണം. കാരണം അവനത് പ്രതീക്ഷിതല്ല. നീ പലിശയ്ക്ക് കാശും കൊടുത്ത് പലിശ അടച്ചടച്ച് മുതലും പലിശയും ഒത്തിരി ആക്കി നീ ഇറക്കി വിട്ട കക്ഷിയില്ലേ, അവൻ മടങ്ങി വന്നിരിക്കുക. ആ വസ്തു മേടിക്കാൻ ഇഷ്ടം പോലെ പൈസയുമായി വന്നിരിക്കുക. ഞാൻ തിരുവെടുത്ത് വിശ്വസിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാൻ എൻ്റെ ടെക്സ്റ്റൊക്കെ ഞാൻ പൊക്കോട്ടെ. വായിക്കേണ്ട. പ്രവൃത്തി 7:7 വായിക്കുമ്പോൾ, പ്രവൃത്തി 7:10 വായിക്കുമ്പോൾ, പ്രവൃത്തി 7:35 വായിക്കുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട പ്രയോഗമുണ്ട്. ആമേൻ. അവർ സേവിക്കുന്ന ജാതിയെ ദൈവം ന്യായം വിധിക്കും, അതിനുശേഷം അവർ ഈ സ്ഥലത്ത് വന്ന് എന്നെ ആരാധിക്കും. ആ വാക്യത്തിൻ്റെ മർമ്മം മനസ്സിലായോ? ഒരു ജാതിയെ ന്യായം വെച്ചാൽ മാത്രം പോരാ, എവിടെ തന്നെ ഇറക്കി വിട്ടോ, എവിടെ എന്നെ അപമാനിച്ചോ, എവിടെ എൻ്റെ വസ്തു കൈക്കലാക്കിയോ, ആ സ്ഥലത്ത് റൈറ്റ് അവിടെ ദൈവം മാനിക്കാൻ പോകുക. അവിടെ മാനിക്കുക. എല്ലാവരും കരമുറി ദൈവം ശ്രദ്ധിക്കട്ടെ. അതെ, ദൈവം മാനിക്കുമെന്ന് ഇറക്കി വിട്ട ഇടത്ത് ദൈവം മടക്കി വരുത്തി നിന്നെ ഉയർത്തി മാനിക്കാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ വിശ്വസിക്കണം. ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ പറയല്ല, ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയാം. എല്ലാം ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും. ഞാൻ എപ്പോഴും പറയും, കല്യാണം കഴിക്കാൻ ഞാൻ കുറച്ച് വൈകിപ്പോയത് കാശില്ലാഞ്ഞത് കൊണ്ടാണ്. പട്ടിണി ഞാൻ കിടന്നാൽ മതിയല്ലോ, ഇനി വേറെ ഒരു കക്ഷിയെ കൊണ്ട് ഉരുട്ടണ്ടല്ലോ എന്ന് കരുതി. പിന്നെ പ്രായം കൂടുന്നു, കാശ് കൂടുന്നില്ല, പിന്നെ കയറി കെട്ടി. അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല, ജീവിതത്തിന്റെ ഭാഗമല്ലേ, ഒഴിവാക്കണ്ട. കല്യാണം കഴിക്കും. റോസ്മയെ കല്യാണം കഴിക്കുമ്പോൾ റോസ്മയും റെജിയും ഒരേ സ്ഥലക്കാർ, വൃന്ദാവനം, റാന്നി, കൊറ്റനാട്, പുത്തുമുക്ക്, സെയിം വില്ലേജ്. അന്ന് എനിക്ക് വരുമാനം 200 രൂപ, വാടക 200 രൂപ. ഓക്കെ. പിന്നെ എങ്ങനെയാ? അത്ഭുതമായി ദൈവം നടത്തി. ഒരു പൈസ ഒരിക്കലും കടം മേടിച്ചിട്ടില്ല. നെവർ ഇൻ आवर ലൈഫ്. ചാപ്പാട് കുറച്ചു, വസ്ത്രം ഒത്തിരി വേണ്ടെന്ന് വെച്ച് പിള്ളേരെ നല്ല സ്കൂളിൽ പഠിപ്പിച്ചില്ല. ആവശ്യമില്ലാത്ത ആഗ്രഹമൊന്നും താലോലിച്ചില്ല. വളരെ നോർമലായി ആരോടും പരാതി പറയാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് സ്തോത്രം ചെയ്ത് മുന്നോട്ട് പോയി. ദൈവം മാനിച്ചു. ദൈവം വീട് തന്നു, വാഹനം തന്നു, മാന്യത തന്നു, അപമാനങ്ങൾ ദൈവം മാറ്റി. എൻ്റെ സ്റ്റിഗ്മ എല്ലാം ദൈവം അട്ടിമറിച്ച് ആമൻ കർത്താവ് എന്നെ മാനിച്ചിരിക്കുകയാണ്. വിശ്വാസമുണ്ട്. ഇന്ന് രാവിലെ ആമൻ നിന്നെ ദൈവം മടക്കി വരുത്തും. ഇറക്കി വിട്ടയിടത്ത് മടക്കി വരുത്തും. ഇറക്കി വിട്ട ഇടത്ത് ദൈവം മടക്കി വരുത്തി ആ സമൂഹത്തിൽ, ആ ഗ്രാമത്തിൽ ദൈവം നിന്നെ മാനിക്കും. എനിക്കിഷ്ടപ്പെട്ടൊരു പ്രയോഗം, കുഴപ്പമില്ല, അങ്ങോട്ട് പോയിരുന്നാൽ മതിയല്ലോ, ദാറ്റ്സ് ഓക്കേ. ഇവിടെ നിന്നാലും കാര്യം നടക്കും. അവിടെ ഇംഗ്ലീഷിൽ ദ സെയിം മോസസ്, അത് ചുമ്മാതല്ല ഈ പ്രയോഗങ്ങൾ. മലയാളത്തിൽ ഈ മോശെ വായിച്ച് 7 അങ്ങോട്ട് പരിശുവോ, 7 പ്രവൃത്തി 7:35 നോക്കിയാട്ടെ. ബൈബിൾ ഒരു സ്ഥലത്ത് മാത്രമേ ദിസ് മോസസ് എന്നുള്ളൂ. ഈ അർത്ഥം നിങ്ങൾ ആള് മാറിപ്പോകരുത്. ഇത് വേറെ മോശയല്ല, അപമാനിക്കപ്പെട്ട മോശയാ. കൊല്ലാൻ ആൾക്കാർ സ്വരുക്കൂട്ടം നടത്തിയ മോശയാ. ആമേൻ. ഫറവോൻ തകർക്കാൻ ശ്രമിച്ച മോശയാ. വാഗ്വൈഭവമില്ലാത്ത മോശയാ. വിക്കി തകർന്ന മോശയാ. ചേട്ടനെ ഓശാരത്തിന് കൊണ്ടുവന്ന മോശയാ. ഞാൻ പറയും, കുറെ കാലം ചേട്ടന്മാര് കൂടെ നടക്കട്ടെ. എന്നാൽ ഒടുവിൽ ചെങ്കടലിന് മുന്നിൽ നിൽക്കുമ്പോ മോശയുടെ എല്ലാ വിക്കും മാറി. ആമേൻ, ആമേൻ. കടന്നു പോകാ, ക്രോസ് ചെയ്യാൻ അവൻ അലറി വിളിച്ചപ്പോ അവൻ നാവിന്റെ കെട്ടുകൾ പൊട്ടി. ആ വിക്കിയ മോശ, ആ കുഴഞ്ഞ
കുഴഞ്ഞ മോശ, ആ തകർന്ന മോശ, ആ വെള്ളത്തിൽ കിടന്ന മോശ, മിസ്രയീമിൽ ഐഡന്റിറ്റി ഉള്ള മോശ, അതേ മോശേ നിന്നെ ആരാ ഞങ്ങൾക്ക് അധികാരിയാക്കിയത്, ന്യായകർത്താവാക്കിയത് എന്ന് അവർ ചോദിച്ച് കളിയാക്കിയ അതേ മോശയെ അവൻ അധികാരിയാക്കി മാറ്റി. Somebody shout a big hallelujah. ഉറക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. അത് ദൈവം ചെയ്യും, അത് ദൈവം ചെയ്യും, അത് ദൈവം ചെയ്യും. തടയാൻ ആർക്ക് കഴിയും? സമയം പോലെ വായിച്ചോണം, നേരെ വരെ നമുക്ക് ആ വാക്യം പറയുന്നത് മോശയെ ദൈവം അധികാരിയല്ല, അത് അന്നത്തെ പ്രയോഗമാണ്. ഇപ്പൊ വീണ്ടെടുപ്പുകാരനാക്കി. You're going to be the redeemer of various people, nations and kindreds. ഒരു സമൂഹത്തിന്റെ, ഒരു തലമുറയുടെ വീണ്ടെടുപ്പുകാരനാക്കി ദൈവം തന്നെ മാറ്റാൻ പോകുകയാണ്. ചുമ്മാ അധികാരം നടത്താനല്ല, നീ വന്നില്ലെങ്കിൽ അവർ ഇല്ലാതെയാകുമെന്ന്, നീ വന്നില്ലെങ്കിൽ ഇസ്രായേലേ നിനക്കൊരു അസ്തിത്വം ഉണ്ടാകില്ലെന്ന്, നീ വന്നില്ലെങ്കിൽ ദൂത് നിവർത്തിയാവില്ലെന്ന്. You're going to be the redeemer. ഒരു സമൂഹത്തിന്റെ വീണ്ടെടുപ്പുകാരനാക്കി ദൈവം മാറ്റുമെന്ന് ഈ രാവിലെ എല്ലാവരും വിശ്വസിക്ക്. തള്ളിപ്പറഞ്ഞവനെ ദൈവം ഒരു സമൂഹത്തിന് ഉദ്ധാരകനാക്കി ഇന്ന് രാവിലെ മാറ്റാൻ പോകുക. ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു. നിന്നെ ഒരു സമൂഹത്തിന്റെ, ഒരു കുടുംബത്തിന്റെ, ഒരു എക്സ്റ്റൻഡഡ് ഫാമിലിയുടെ, ഒരു തറവാടിന്റെ ഉദ്ധാരകനാക്കി എന്റെ ദൈവം മാറ്റാൻ പോകുക. ഉദ്ധാരകനാക്കി ദൈവം മാറ്റാൻ പോകുക. അത് ചെയ്യാൻ ദൈവത്തിന് കഴിയും, അത് ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നല്ല പാട്ട് പിള്ളേർ പാടിക്കോളൂ അല്ലേ? ഒടുവിൽ 5 മിനിറ്റ് നേരത്തെ നിർത്തുക, പാട്ട് ഉഷാറാക്കാൻ വേണ്ടി. ഓക്കെ, ആമേൻ. തൊണ്ട ഇപ്പോഴേ പോകുന്നു, ഇനിയിപ്പം 3-4 പരിപാടി ഉള്ളതാണ്. അവിടെ ഞാൻ അത്ഭുതം എന്ന വാക്കാ വ്യാഖ്യാനിച്ചത്. ദൈവം നമ്മെ ഒരു അത്ഭുതമാക്കി തീർക്കും. ശരാശരിക്കാരനല്ല, ആവറേജ്, ബിലോ ആവറേജ്, നോ, നോട്ട് ഇൻ ആ ഡിക്ഷണറി. ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള കണക്കുകളെല്ലാം അതിനേക്കാൾ വളരെ മുകളിലാണ്. Amen. I'm not an average individual. I'm above average. I'm going to excel. All right. എൻ്റെ പേരിന് എക്സലൻ്റ് എന്നായിരിക്കും. ഒരത്ഭുതമാക്കി ദൈവം നിർത്തും എൻ്റെ സമൂഹത്തിൽ. ആൾക്കാർ കണ്ണു മിഴിക്കട്ടെ. ആമേൻ. അപ്പൻ്റെ ഇശായിയുടെ ടീമുകൾ അത്ഭുതപ്പെടട്ടെ. എൻ്റെ ആരാധന ഒരത്ഭുതമാകട്ടെ, എൻ്റെ സഹനം ഒരത്ഭുതമാകട്ടെ, എൻ്റെ ക്ഷമ ഒരത്ഭുതമാകട്ടെ, എൻ്റെ നന്മ ഒരത്ഭുതമാകട്ടെ, എൻ്റെ സിംഹാസനം ഒരത്ഭുതമാകട്ടെ, എൻ്റെ പാട്ടുകൾ ഒരത്ഭുതമായി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാവിലെ എല്ലാവരും വിശ്വസിച്ചു. അതാണ് ദൈവത്തിന്റെ പദ്ധതി, അതാണ് ദൈവത്തിന്റെ പദ്ധതി. ആ പദ്ധതിയുടെ ഭാഗമാകാനാ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുന്നത്. എന്നിട്ട് ഞാൻ ടെക്സ്റ്റിലേക്ക് വരികയാണ്. അത് ആ വാചകത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ തുടങ്ങുക. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന, ഇതിനകത്തുണ്ടോ മോനെ, വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ ആളെ. എഫേസര മോനെ പറഞ്ഞ, എഫേസർ 1:18-19. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. ദാറ്റ്സ് ഇറ്റ്. ഞാൻ പെന്തക്കോസ്തിനെ കുറിച്ച് പറയുക. പെന്തക്കോസ്ത്, നമ്മുടെ പെന്തക്കോസ്ത്, പഴക്കമുള്ള പെന്തക്കോസ്ത്, ജീർണിപ്പ് ഒരുപാടുള്ള പെന്തക്കോസ്ത്, അഭിനയങ്ങളും അനുകരണങ്ങളും മുഖം മൂടിയും ജാടയും പൊയ്മുഖങ്ങളും ഇഷ്ടം പോലെയുള്ള പെന്തക്കോസ്ത്. ഭക്തിയുടെ ശക്തി മാറ്റിവെച്ചിട്ട് അതിൻ്റെ വേഷം മാത്രം കെട്ടിപ്പോരുന്ന പെന്തക്കോസ്ത്. എഴുതപ്പെട്ട പ്രാർത്ഥനയില്ലെങ്കിലും ചർവണമായി പ്രാർത്ഥിക്കുന്ന പെന്തക്കോസ്ത്. അകത്തേക്ക് ഇറങ്ങാതെ ചുണ്ടുകൊണ്ടും നാവുകൊണ്ട്, വോക്കൽ ഫാക്കൽറ്റീസ് കൊണ്ട് തകർപ്പൻ നടപടി നടത്തുന്ന പെന്തക്കോസ്ത്. ആർക്കാനും വേണ്ടി സേവ ചെയ്യുന്ന പെന്തക്കോസ്ത്. യേശുവിനെ ആഴമായി അനുഭവിക്കാത്ത പെന്തക്കോസ്ത്. അതിൻ്റെ മധ്യത്തിലാ ദൈവം നമ്മോട് പറയുന്നത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണം. കരമുയർത്തി എല്ലാവരും സമർപ്പിച്ചാൽ അതെനിക്ക് അറിയണമെന്ന് ഞാൻ പാസ്റ്ററോടും ആത്മാവിൽ പറയുക.
ആമേൻ. സാധാരണ പാസ്റ്റർ എങ്ങനെയാ? സാധാരണ അന്യഭാഷ അത് പറഞ്ഞിരിക്കാനല്ല ദൈവം ഈ തലമുറയിൽ നമ്മെ വിളിച്ചത്. മറ്റാരും പറയാത്തത്, മറ്റാരും ചെയ്യാത്തത്, മറ്റാർക്കും വെളിപ്പെടാതെ സാമ്പാറി ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാവരും വ്യത്യസ്തമായ ഒരു ദൂത്, വ്യത്യസ്തമായ ഒരു അഭിഷേകം, വ്യത്യസ്തമായ ഒരു നിയോഗം, ഒരു വ്യത്യസ്തമായ വെളിപ്പാട്, ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ദൈവം നൽകട്ടെ. ദൈവം നൽകട്ടെ. ഇതുവരെ പ്രാപിക്കാത്തത് ദൈവം നൽകട്ടെ. ഇതുവരെ കാണാത്തത് ദൈവം കാണിക്കട്ടെ. ഇതുവരെ നടക്കാത്ത പാതയിൽ ദൈവം നടത്തട്ടെ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇവിടെ പാസ്റ്റർമാരല്ല പ്രധാനപ്പെട്ട പരാമർശ വിഷയം. എഫെസോസിലെ വിശ്വാസികൾ യഹൂദ പഴമയില്ലാത്ത, പരിച്ഛേദനയുടെ അഹന്തയില്ലാത്ത, അഗ്രചർമ്മ എന്ന ആക്ഷേപഹാസ്യം ഒരുപാട് കേട്ട് തഴമ്പിച്ച, സോഷ്യലോജിക്കലായി, എക്ലിഷ്യോളജിക്കലായി, അതുപോലെ ഫൈനാൻഷ്യലായിട്ട് എല്ലാ മണ്ഡലത്തിലും അവഗണിക്കപ്പെട്ട വിജാതീയ സഭയായ എഫെസോസിലെ സഭയ്ക്ക് കാശുമില്ല, പരിച്ഛേദനയുമില്ല, പൗരത്വവുമില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ള ഈ സംഗതികളെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് എഫെസോസിലേത്. അവരോടാണ് ദൈവദാസൻ പറയുന്നത്, പാരമ്പര്യം നോക്കി അല്ല ദൈവം നിന്നെ കാണിക്കാൻ പോകുന്നത്. നീ പഴയ പെന്തക്കോസാണോ എന്ന് ദൈവത്തിന് വിഷയമല്ല. നിന്റെ അപ്പൻ പാസ്റ്ററാണോ എന്ന് ദൈവത്തിന് വിഷയമല്ല. നീ എന്നാ ഇങ്ങോട്ട് വന്നത് എന്ന് കർത്താവ് നോക്കുന്നില്ല. നിന്റെ സർവീസ് റെക്കോർഡ്സ് ദൈവത്തിന് വിഷയമല്ല. ഓൺലി ബിലീവ്. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്താൽ അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവൻ ചരിത്രം കാണാത്ത, മോഡേൺ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് കാണാത്ത, D.L. മൂഡിയോ, C.H. സ്പർജനോ, ബില്ലി ഗ്രഹമോ, ഓറൽ റോബർട്ട്സോ, പാസ്റ്റർ P.D. ജോൺസണോ കാണാത്ത, കെടികെട്ട വീരന്മാര് അനുഭവിക്കാത്ത, കേവലം അന്യഭാഷ പറഞ്ഞ് അസ്തമിപ്പിക്കുന്ന, മറുഭാഷയിൽ ഒതുങ്ങുന്ന നിന്റെ പെന്തക്കോസ്തിനെ ആത്മാവിൽ അട്ടിമറിച്ചിട്ട് നിരവധി അനുഗ്രഹങ്ങളെ പകർന്ന് ഇതുവരെ കാണാത്തതിന് കണ്ണു തുറന്ന് കാണാ. ഇതുവരെ പിടിക്കാത്തതിനെ കൈനീട്ടി പിടിക്കുക. ഇതുവരെ ലഭിക്കാത്ത ആത്മീയ പ്രകാശം നിന്റെ കണ്ണുകളിൽ വ്യാപരിക്കുക. ദൈവ പ്രവർത്തിക്കുക. എല്ലാവരും ഏൽപ്പിക്കുക. എല്ലാ വിശ്വാസികളും ഇന്ന് രാവിലെ സമർപ്പിക്കുക. ഈ രാവിലെ എല്ലാവരും സമർപ്പിക്കുക. ഇതുവരെ കാണാത്തത് കാണിക്കാൻ ദൈവത്തിന് കഴിയും. ഇതുവരെ നടക്കാത്ത പാതയിൽ നടത്തുവാൻ ദൈവത്തിന് കഴിയും. ഇതുവരെ കാണാത്ത മണ്ഡലത്തിൽ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിച്ച ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. Everybody worship. എല്ലാവരും ശക്തമായി ദൈവത്തെ ആരാധിക്കുക. എല്ലാവരും ദൈവത്തെ ശക്തമായി ആരാധിക്കട്ടെ. Glory.
ഞാൻ ഒരു കാര്യം കൂടെ 5 മിനിറ്റിനകത്ത്, നെക്സ്റ്റ് 5 minutes ഐ എം ക്ലോസ്. അളവറ്റ, ആ വാക്ക് ശരി, അളവറ്റ വലിപ്പം. ഞാൻ ചിലപ്പോൾ നമ്മൾ ആ മഹാവലിപ്പത്തിൻ്റെ ഒരിച്ചിരി സ്വല്പം, അത് തന്നെ നമുക്കിവിടെ അധികം പറ്റാ. നമ്മൾ ഭയങ്കര ഡിമാൻഡല്ലേ, എന്താ ആരാധന നമ്മൾ പറയും, എന്താ അന്തരീക്ഷം. ഇന്നൊരു അന്തരീക്ഷം ഇല്ലാഞ്ഞു. ഇതൊക്കെ ഇവിടുത്തെ പഴയ പെന്തക്കോസ്ത് പ്രയോഗമാണ്. ആരാ സുഹൃത്തെ അന്തരീക്ഷം കൊണ്ടുവരേണ്ടത്? പാസ്റ്ററാണോ? ആരാധിക്കാൻ വന്നവന് പാട്ട് പാടിയാലും കറണ്ട് പോയാലും പ്രസംഗം നന്നായില്ലെങ്കിലും പാട്ടക്ക് പനിയും ജലദോഷം ഫ്ലൂ ആണെങ്കിലും ആരാധിക്കാൻ വന്നവൻ ദൈവത്തെ ആരാധിക്കും. ആമേൻ. കാരണം ആരാധ്യൻ വന്നിട്ടുണ്ട്. ബാക്കി ആരും ഇന്നിപ്പോൾ കുറേ പേര് വന്നില്ല. അതൊക്കെ വന്നില്ല, സുഖമില്ലായിരിക്കും. ഈവൻ അതർവൈസ് ആൾക്കാർ വരാത്ത കൊണ്ട്, ആരവാരം കുറഞ്ഞത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, മെയിൻ കക്ഷി വന്നില്ല എന്നതുകൊണ്ടൊന്നും ആരാധന കുറയാൻ പറ്റത്തില്ല. ബിക്കോസ് യു ആർ എ സീരിയസ് വോർഷിപ്പർ. ആമേൻ. അകമ്പടിയുടെ താളമേളത്തിൻ്റെ അന്തരീക്ഷം മുറുകി താളപ്പെരുക്കം സംഭവിച്ചുമ്പോൾ ആരാണ് നോക്കാമെന്ന് പറയാനല്ല നമ്മൾ വന്നത്. വന്നു മുട്ടുമടക്കുന്ന ഇരിക്കുന്ന നിമിഷം മുതൽ ആരാധ്യന്റെ സാന്നിധ്യം നിന്റെ കണ്ണിൽ, കാതിൽ, മനതാരിൽ വിളങ്ങുമ്പോൾ അങ്ങ് മാത്രം മതി അവനെ ആരാധിക്കാൻ. അങ്ങ് മാത്രം വന്നാൽ മതി അവനെ ആരാധിക്കാൻ. വേറെ ആരും വന്നില്ലെങ്കിലും ആരാധന വെളിപ്പെട്ട വ്യക്തികൾക്ക് അവനെ ആരാധിക്കാൻ പറ്റും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഞാൻ ചിലപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേണ്ടി ഓർഡൈൻ മിനിസ്റ്റർ കുടുങ്ങി നമ്മളെല്ലാവരും. അവിടുത്തെ ഒരു മിനിമം ക്വാളിഫിക്കേഷൻ, ഒരു പ്രൈമറി റിക്വയർമെൻ്റ് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശക്തിയുടെ ആൾ ഈ തലമുറ ഇതുവരെ കാണാത്ത. ഞാനൊക്കെ പെന്തക്കോസ്ത് മൂവ്മെൻറ്റിൻ്റെ പഠിതാക്കളും അധ്യാപകരും ഒക്കെയാണ്. ചരിത്രത്തിൻ്റെ ഏടുകൾ മറിച്ചാൽ ഇതുവരെ വെളിവാകാത്ത നമുക്കൊരു മിനിമം പരിപാടിയുണ്ട്. രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, അഭിഷേകം, പിന്നെ ഒന്നും പ്രാപിക്കാൻ ഇവിടെ ഇല്ലെന്ന ഒരു പൊതുമട്ടില്ലേ നമുക്ക്. അത് തെറ്റാണ്. നമ്മളൊരു അറ്റത്തെത്തിയതേ ഉള്ളൂ. ഒരു സ്പൂൺ കുടിച്ചിട്ടേ ഉള്ളൂ. അപ്പോളെ ഹാലിളകി നമ്മൾ മറുഭാഷ ഇതാണ് എല്ലാം. ഓ നോ, കേവലം തുടക്കമാണത്. കേവലം തുടക്കമാണ്. ഇനി ആഴങ്ങളിലേക്ക് പോകണം. ഇനി അനവധി അളവുകൾ പ്രാപിക്കണം. പുതിയ അനുഭവങ്ങൾ വേണം. 10 കൊല്ലമായി പറയുന്ന 4 അന്യഭാഷയുടെ വാക്കുകൾ പോരാ. പുതുഭാഷകൾ ദൈവം നാവിൽ തരണം. എൻ്റെ നാവിൽ പുതുഭാഷകൾ ദൈവം തരണം. അവൻ പുതിയ ഭാഷയിൽ, മാറിയ ഭാഷകളിൽ എനിക്ക് ദൈവത്തെ ആരാധിക്കണമേ. ഇതുവരെ കാണാത്തത്, തലമുറകൾ കാണാത്തത് എനിക്ക് അനുഭവിക്കണം. അങ്ങനെ വ്യഗ്രത ഉണ്ടായി പ്രാപിച്ച കുറേ പേരുടെ ഹിസ്റ്ററി ബൈബിളിലുണ്ട്. അതെല്ലാം ഞാൻ പറയുകയില്ല. ഒറ്റയാളുടെ കാര്യം പറയാം. ഏതാ, എല്ലാവർക്കും ഉള്ളത് പോരാ എന്ന് പറയുന്നവനാ ദൈവം കൊടുക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മതിയെങ്കിൽ ഗോഹേ, ദൈവത്തിന് വിമിഷ്ടമൊന്നുമില്ല. പോരാ കർത്താവേ, വാഗ്ദത്തം കിടപ്പുണ്ടല്ലോ, അത് പ്രാപിച്ചേ മരിക്കൂ ഞാൻ എന്ന് പറഞ്ഞാൽ അത് തരാൻ ദൈവത്തിന് കഴിയും. ദൈവം തരുമെന്ന്. ഞാൻ ഏലിയാവിൻ്റെ, എലീശയുടെ കാര്യം പെട്ടെന്ന് ഓർക്കുക. നിങ്ങൾക്കറിയാം, ഏലിയാവിൻ്റെ ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പ്രവാസി ശിഷ്യന്മാരെല്ലാവരും പഠിച്ച് പണിക്കരായിട്ട് അവർ പല വഴിക്ക് പോയി, അറിയാലോ. എന്നിട്ട് ഏലിയാവ് പോവുക ഓൺ ദ വേ ടു ഹെവൻ. അറിയാലോ, ദൈവത്തിൻ്റെ വചനം കിടപ്പുണ്ട്. അതിന് നിവൃത്തിക്ക് വേണ്ടി അവൻ യോർദാനിലൂടെ, ഗിൽഗാലിലൂടെ, യെരിഹോവിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ എല്ലാം വൈകിട്ട് ഒരു താമസിക്കും, പിന്നെ പോവുക. 1-2 അവൻ്റെ പാർപ്പിടം കഴിഞ്ഞ് നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റും കൊടുത്ത് വിട്ട് എലീശ കൂടെയുണ്ട്. അറിയത്തില്ല നിങ്ങൾക്കത്? അപ്പം ഏലിയാവിൻ്റെ ഒരു ചോദ്യം, എലീശ നീ എന്തുവാടാ, നിനക്കൊരു ചുറ്റിക്കളി, നിന്റെ കൂടെ പഠിച്ചവരെല്ലാം പോയി മിനിസ്റ്റർ ചെയ്യുമ്പം നീ എന്നാ നിൽക്കുന്നത്? അപ്പോഴാണ് എലീശ അവൻ്റെ ആഗ്രഹം പറയുന്നത്, കർത്താവേ, അഭിഷേകം പ്രാപിച്ച് പോകാൻ എനിക്ക് പറ്റത്തില്ല. തലമുറ പെശക. നിന്റെ തലമുറയല്ല എൻ്റെ തലമുറ. നിന്റെ ശക്തി പോരാ എനിക്ക്.
നീ എന്നെ, ഞാൻ 1-ാം ക്ലാസ്സായിട്ട് കാളയും പൂട്ടി നിന്നപ്പം വിശേഷാൽ പുതപ്പിട്ട് വിളിച്ചിട്ട് എല്ലാം ഇട്ടേച്ചു വന്ന ഏർപ്പാടാ എൻ്റേതെങ്കിൽ എനിക്കിത് പോരാ. അവൻ പുതിയ ചാലഞ്ചസ്, പുതിയ വെല്ലുവിളികളുടെ മധ്യത്തിൽ ഈ കൃപ പോരാ എന്ന് പറയുന്നവന് മേൽ കൃപ പകരാൻ ദൈവത്തിന് കഴിയും. അവന്റെ മേൽ ദൈവം പുതിയ കൃപ പകരാൻ പോകുകയോ. ഏലിയ പറഞ്ഞു, ആ ഭാഗം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? പ്രയാസമുള്ള കാര്യമാകുന്നു നീ. That is very very difficult. ഇതുവരെ ആരും ഇങ്ങനെ കയറി ചോദിച്ചിട്ടില്ല. നീ ആദ്യമായിട്ട് എളുപ്പമുള്ള കാര്യം അല്ല എന്ന്. പക്ഷെ ഒരു ഒഴിവ് കൂടെ പറഞ്ഞു, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, അൺയൂഷ്വൽ, പക്ഷേ ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ നിനക്കത് കിട്ടും. അന്ന് മുതൽ പിന്നെ അവന് ഊണില്ല, ഉറക്കമില്ല, കണ്ണും മിഴിച്ച് കുത്തിയിരിക്കുക. അഭിഷിക്തനെ എപ്പോഴാ ദൈവം കൊണ്ടുവന്ന് അറിയാൻ മേലാത്തതുകൊണ്ട്, ഈ വർത്താനം പറഞ്ഞതുകൊണ്ട് ഏലിയാവ് കൂർക്കം വലിച്ചുറങ്ങും. അവൻ ഉറങ്ങിയാലും ആത്മാവ് കൊണ്ടുപോയിക്കോളും. നോ വറീസ്. പക്ഷെ എലീശയ്ക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അവൻ ഏലിയാവിൻ്റെ അടുത്ത് പഴയ പോലെ മുട്ടുമടക്കി ഇരിക്കുകയാ, ഒരനക്കത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാ. അങ്ങനെ കാത്തിരുന്ന് കരഞ്ഞവനാണ് ഒടുവിൽ ആ കാഴ്ച കണ്ടത്. മറ്റാർക്ക് കിട്ടാതെ പ്രാപിക്കാൻ താല്പര്യമുണ്ടോ? കർത്താവ്, ഇത് പോരാ എന്നാരാ പറയുന്നത്? അവരെ കാണിക്കാൻ, അവരുടെ മേൽ പുതപ്പ് വീഴാൻ, ആ പുതപ്പ് നീ ചുറ്റി അടിക്കുമ്പോൾ അത്ഭുതങ്ങൾ കാണാൻ ദൈവം സഹായിക്കാൻ പോകുക. എല്ലാവരും രാവിലെ വിശ്വസിക്കട്ടെ. എനിക്ക് പോരാ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ നീ കാണും, മറ്റാരും കാണത്തില്ല. നീ കാണും. ഈ തലമുറയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ പോകുക. എഴുന്നേറ്റായിട്ട് എല്ലാവർക്കും അല്പസമയം ദൈവത്തെ everybody standing. Go ahead. പെട്ടെന്നാട്ടുമോൻ. Praise the Lord. Hallelujah. നിർത്തേണ്ട സമയം അറിയാലോ, അപ്പം നിങ്ങൾ നിർത്തിക്കോണം. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അതു നീതിയായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു വീതമാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം കൊടുത്തു, ബഹുജാതികൾക്കു വീതമാക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. പ്രാർത്ഥനയ്ക്കു മറുപടിയാ നൂറുമേനി നൽകി ദൈവം
അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ ദൂർവേദി നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു. തലമുറകൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വീട് കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ച ദൈവത്തിന്റെ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിച്ച ദൈവത്തിന്റെ വീടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ആമേൻ. വിശ്വസിച്ച ദൈവത്തിന്റെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച പിതാവേ, തിരുമുമ്പാകെ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവിന്റെ തിരുസഭയ്ക്കായി അഭിഷിക്തനായ ദൈവദാസി കുഞ്ഞുങ്ങൾ കുടുംബമുള്ള ശുശ്രൂഷയുടെ പാർട്ടിസിപ്പേഷനായിട്ട് നന്ദി പറയുന്നു. ആണ്ടുകളിലൂടെ അവിടെ ദാസനെ പ്രാർത്ഥനയോടെ, കണ്ണീരോടെ, ഉപവാസത്തോടെ, അത്ഭുതപരത്തോടെ, പ്രതീക്ഷയോടെ, വാഗ്ദത്ത വചനങ്ങളിൽ ഊന്നി വിശ്വാസ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിച്ച് നടത്തിയ കാത്തിരിപ്പിന്റെ ഫലമായിട്ട് അങ്ങ് തെളിയിച്ച ശുശ്രൂഷയ്ക്കായി, നൽകിയ ആത്മാക്കൾക്കായി, കുടുംബങ്ങൾക്കായി, വെളിപ്പെട്ട ആരാധനയ്ക്കായി, കണ്ട അത്ഭുതങ്ങൾക്കായി, നേടിയ വാഗ്ദത്തങ്ങൾക്കായി പ്രതീക്ഷകൾ ബാക്കി വച്ചിരിക്കുക. അവൻ സമാപ്തിയിലേക്ക് ദർശനം ബന്ധപ്പെട്ടു പോകുന്നു. ഇന്ന് രാവിലെ ആത്മാവിൽ വിശ്വസിച്ച് അവിടെ ദാസനമേൽ യേശുവിന്റെ കരത്തിന്റെ അത്ഭുത സ്പർശനം, അനുഗ്രഹത്തിനൊരു പുതിയ അളവ്, ഇതുവരെ കാണാത്ത കാഴ്ചകൾ കർത്താവേ, പ്രാപിക്കാത്തത്, വെളിപ്പെടാത്തത്, ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ അവരോഹണം യേശുവിന്റെ നാമത്തിൽ യാഥാർത്ഥ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സിറ്റിയിൽ ഒരു അത്ഭുതമാക്കി ദൈവം തീർക്കുകയാണ്. ഈ പട്ടണത്തിൽ ഒരു അത്ഭുതമാക്കി തീർക്കുകയാണ്. ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ് ഞങ്ങൾ പുതിയ ഹോളുകൾ എടുത്ത് കർത്താവെ, ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിശാലതയിലേക്ക് കർത്താവിന്റെ സഭയെ നയിക്കുവാനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ഞങ്ങളെ ഇപ്പോൾ അയക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, കേൾക്കണമേ.